പഠനം ആനന്ദകരമാകാനും പരീക്ഷയെ ആസ്വദിക്കാനും ഏറ്റവും നല്ല മാർഗം നമുക്ക് പഠിക്കാനുള്ള കഴിവ് എങ്ങനെയെന്ന് തിരിച്ചറിയുക എന്നുള്ളതാണ്. നിർഭാഗ്യമെന്ന് പറയട്ടെ, അക്കാഡമിക് സമൂഹത്തിൽ പോലും ആ ഒരു തിരിച്ചറിവില്ല എന്നുള്ളതാണ് സംഗതി. മനുഷ്യ മക്കൾ 4 രീതിയിലാണ് പഠിക്കുന്നത്. ചില കുട്ടികൾ കണ്ടു പഠിക്കുന്നു. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് വിഷ്വൽ ലേണർ എന്നാണ്. ചില കുട്ടികൾ കേട്ട് പഠിക്കുന്നു, അവരെ ഓഡിറ്ററി ലേണർ എന്ന് പറയുന്നു. ചില കുട്ടികൾ ചെയ്ത് പഠിക്കുന്നു, അവരെ കൈനസ്തെറ്റിക് ലേണർ എന്ന് പറയും. ലോകത്തെ 35% മനുഷ്യമക്കൾ എല്ലാ രീതിയിലും പഠിക്കും, അവരെ മൾട്ടിപ്പിൾ ലേണർ എന്ന് പറയും. ഈ മൾട്ടിപ്പിൾ ലേണേഴ്സ് ഒഴികെയുള്ള ഒരു 4% കുട്ടികൾക്കും മറ്റെല്ലാ വിഭാഗത്തിൽപ്പെട്ട ഒരു 50% കുട്ടികൾക്കും ചില പഠന പ്രശ്നങ്ങളുണ്ടാകും. അതിലൊന്നാമത്തെ പഠന പ്രശ്നത്തെ ഭാഷ പഠിക്കാനുള്ള പ്രശ്നം. ഇംഗ്ലീഷ്, ഹിന്ദി, സംസ്കൃതം പോലുള്ള ഭാഷ പഠിക്കാൻ അവർക്ക് പ്രശ്നമുണ്ടാകും. ആ പ്രശ്നത്തെ പറയുന്ന പേര് ഡിസ്ലെക്സിയ എന്നാണ്, ഒന്നാമത്തെ വൈകല്യം. രണ്ടാമത്തെ പ്രശ്നം, ഭാഷയൊക്കെ മനോഹരമായിട്ട് പഠിക്കും, പക്ഷേ കണക്കിൻ്റെ കാര്യം വരുമ്പോൾ താഴെ പോകും. ബാക്കിയുള്ള വിഷയങ്ങളൊക്കെ ഭംഗിയായിട്ട് പഠിക്കും. ആ പ്രശ്നത്തെ പറയുന്ന പേര് ഡിസ്കാൽക്കുലിയ അഥവാ മാത്തമാറ്റിക് ഡിസോർഡർ എന്നാണ് രണ്ടാമത്തെ പ്രശ്നം. മൂന്നാമത്തെ ഇപ്പോൾ കണ്ടുവരുന്നത്, പഠിക്കാനൊക്കെ മിടുക്കരായിരിക്കും, ഭാഷയും പഠിക്കും, കണക്കും പഠിക്കും, പക്ഷേ എഴുതുമ്പോൾ അക്ഷരത്തെറ്റുകൾ ധാരാളം സംഭവിക്കും. ഈ വള്ളിയും പുള്ളിയൊക്കെ ഇടാൻ മറന്നുപോകും. അവരുടെ മനസ്സിലുണ്ടാകും, പക്ഷേ പരീക്ഷാ ഹാളിൽ പേപ്പറിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴോ പുസ്തകത്തിൽ പ്രസൻറ്റ് ചെയ്യുമ്പോഴോ ഇത് കാണണമെന്നില്ല. ആ വൈകല്യത്തെ പറയുന്ന പേരാണ് ഡിസ്ഗ്രാഫിയ. നാലാമത്തെ വൈകല്യമാണ് ഇപ്പോൾ ജനറേഷൻ ആൽഫയ്ക്ക് കണ്ടുവരുന്നത്. ജനറേഷൻ ആൽഫ എന്ന് പറഞ്ഞാൽ 2000-ന് ശേഷം ജനിച്ച കുട്ടികളെയാണ് ഗവേഷകർ ജനറേഷൻ ആൽഫ എന്ന് പറയുന്നത്. അവരുടെ പ്രത്യേകത, പഠിക്കാനൊക്കെ മിടുക്കരായിരിക്കും, പക്ഷേ പഠിച്ച കാര്യങ്ങൾ കൃത്യമായി പരീക്ഷാ ഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ഓർത്തെഴുതാൻ കഴിയില്ല, ഓർമ്മശക്തി നഷ്ടമാകും. ആ വൈകല്യത്തിൻ്റെ പേരാണ് ഡിസ്നോമിയ. ഇനി നിരവധി വൈകല്യങ്ങൾ വേറെയുണ്ട്. ഒന്ന് മനസ്സിലാക്കേണ്ടത്, ഈ വൈകല്യങ്ങളെല്ലാം ഒരു പരിധിവരെ ഇത് മാറ്റിയെടുക്കാൻ കഴിയും എന്ന തിരിച്ചറിവാണ് നമുക്ക് ഉണ്ടാവേണ്ടത്. അതിന് വേണ്ടത്, നമുക്ക് പഠിക്കാനുള്ള കഴിവ് എന്താണോ, നമ്മളൊരു വിഷ്വൽ ലേണറാണോ, നമ്മൾ ഓഡിറ്ററി ലേണറാണോ, നമ്മൾ കിനസ്തെറ്റിക് ലേണറാണോ, നമ്മൾ മൾട്ടിപ്പിൾ ലേണറാണോ എന്നുള്ള തിരിച്ചറിയലാണ്. അത് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ രണ്ടാമതായി വേണ്ടത് ആ കുറവുകൾ നികത്താനുള്ള ശാസ്ത്രീയമായ രീതികളാണ്. ഒന്നാമത്തെ കാര്യം, നമ്മൾ എന്ത് വിഷയം, ഇപ്പോൾ ഓർമ്മശക്തിയുടെ പ്രശ്നം, ഓർമ്മയ്ക്കാണ് പ്രോബ്ലമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത്, നമ്മുടെ ബന്ധുക്കൾ ഉൾപ്പെടെ 10 പേരെടുക്കാം. അപ്പച്ചൻ, അമ്മച്ചി ഉൾപ്പെടെ ഒരു കുടുംബത്തിലെ 10 പേരെ. ആ 10 പേരെ 1 മുതൽ 10 വരെയും 10 മുതൽ 1 വരെയും അവരെ നമ്മുടെ മനസ്സിൽ തന്നെ അവരെ കൃത്യമായി നമ്മൾ അതിന് ആ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കുക, അവരുടെ പേര് വെച്ച്. അതിനുശേഷം നോർമൽ കണ്ടീഷനിൽ നമ്മളുടെ പരീക്ഷയ്ക്ക് 3 ടൈപ്പ് ചോദ്യങ്ങളാണ് വരുന്നത്. 1 എസ്സേ ടൈപ്പ് ചോദ്യം, 2 ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യം, 3 ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം. നമ്മൾ ഓരോ വിഷയങ്ങളും എടുക്കുക, ആ വിഷയങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് പോയിന്റ്സ് വിഷ്വലൈസ് ചെയ്യുക. അതിനുശേഷം എസ്സേ വരാൻ സാധ്യതയുള്ള ചോദ്യം, നേരത്തെ പറഞ്ഞ സ്ട്രക്ചർ മെമ്മറിയിൽ 1 അപ്പനെ കണക്ട് ചെയ്യുക, 2 അമ്മയെ കണക്ട് ചെയ്യുക, 3 നമ്മൾ ആ പാനലിൽ ആരെയാണ് വെച്ചേക്കുന്നത് ആ വ്യക്തിയെ കണക്ട് ചെയ്യുക. അങ്ങനെ 10 വരെ കണക്ട് ചെയ്യുക. എല്ലാ വിഷയങ്ങളിലും എസ്സേ ഉണ്ടാവണമെന്നില്ല, എസ്സേ ഉണ്ടാവുന്ന വിഷയങ്ങൾ ആ രീതിയിൽ കണക്ട് ചെയ്യുക. രണ്ടാമതായി ഷോർട്ട് ആൻസർ ടൈപ്പ് ചോദ്യം, 1 അതിൻ്റെ ഉത്തരം അച്ഛനെ കണക്ട് ചെയ്യുക, 2 അമ്മയെ കണക്ട് ചെയ്യുക, 3 അടുത്ത വ്യക്തി ആരാണോ ആ പാനൽ കണക്ട് ചെയ്യുക. അടുത്ത ഘട്ടത്തിൽ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം ഏതാണോ അതനുസരിച്ച് ആ പാനലിലുള്ള 1-2 വ്യക്തികളെ കണക്ട് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ 30 ആൻസർ നമ്മൾ സേവ് ചെയ്ത് കഴിഞ്ഞു. ആ രീതിയിൽ ആസ്വദിച്ച് പഠിക്കാൻ, ആ രീതിയിൽ പ്ലാൻ ചെയ്താൽ ഓർമ്മ ശക്തി ശക്തമായി വർദ്ധിപ്പിക്കാനും പരീക്ഷയ്ക്ക് മികച്ച റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കും.